ആദിയിൽ ശൂന്യത മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രപഞ്ചം ഇരുട്ടാലും ജലാശയത്താലും മൂടപ്പെട്ടിരുന്നു. അനന്തമായ ജലാശയത്തിൻ്റെ ദേവതയാണ് ഓഷ്യാനസ്. ഈ ജലാശയത്തിൽ നിന്ന് യൂറിനോം എന്ന ദേവത ഉദിച്ചു. യൂറിനോം എന്ന പ്രപഞ്ച ദേവത സർവ്വ വസ്തുക്കളുടെയും അധികാരിയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അവൾ ആഗ്രഹിച്ചു. ഓഫിയോൺ എന്ന ഭീമാകാരനും അതിശക്തനുമായ സർപ്പവുമായി യൂറിനോ ഇണചേരുകയും ഈറോസ് എന്ന പ്രണയദേവന് ജന്മം നൽകുകയും ചെയ്തു. ആദ്യ ശിശു പ്രോട്ടഗോണസ് എന്ന് അറിയപ്പെട്ടു. ഓഷ്യാനസിൻ്റെ തിരമാലകളിൽ നൃത്തം തുടർന്ന യൂറിനോം ആകാശത്തെ സമുദ്രത്തിൽ നിന്ന് വേർപെടുത്തി. യൂറിനോം ശൂന്യതയിൽ നിന്ന് ഗയ എന്ന ഭൂമിയെയും യുറാനസ് എന്ന ആകാശത്തെയും സ്വർഗത്തെയും ടാർട്ടസ് എന്ന അന്ധകാരമായ പാതാളത്തെയും സൃഷ്ടിച്ചു. ഗയയും യുറാനസും ഇണചേർന്ന് ടൈറ്റന്മാർ, സൈക്ലോപ്സുകൾ, ഹൈക്കറ്റോൺ ഗെയറുകൾക്കും ജന്മം നൽകി. തൻ്റെ കുട്ടികൾ തൻ്റെ സിംഹാസനത്തിൻ്റെ വെല്ലുവിളിയാകുമെന്ന് യുറാനസ് വിശ്വസിച്ചിരുന്നു. അതിനാൽ യുറാനസ് തൻ്റെ ചില കുട്ടികളെ ഭയപ്പെട്ടു. സൈക്ലോപ്സുകളും ഹൈക്കറ്റോൺ ഗെയറുകളും വളരെ ശക്തന്മാരായതിനാൽ അവനവരെ ഭൂമിയുടെ അടിത്തട്ടിൽ ടാർട്ടറസിൽ തടവിലാക്കി. അവനവരെ ഒരിക്കലും പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. ഗയയ്ക്ക് ഇത് വലിയ ദുഃഖമായിരുന്നു. അവളുടെ സ്വന്തം കുട്ടികൾക്ക് അങ്ങനെ ഒരു പീഡനം അനുഭവിക്കേണ്ടി വന്നത് അവൾക്ക് സഹിക്കാനായില്ല. അപ്പോൾ അവൾ ഒരു നിഗൂഢ തന്ത്രം ആലോചിച്ചു. ഗയ തൻ്റെ ടൈറ്റന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ന്യായമായ ഇടം കൊടുക്കുന്നില്ല. അവനെ പരാജയപ്പെടുത്താൻ ആരെങ്കിലും ധൈര്യപ്പെടുന്നുണ്ടോ? ഒരുവൻ മാത്രം ഭയമില്ലാതെ മുന്നോട്ട് വന്നു. ക്രൂരനും കപടനും തന്ത്രശാലിയുമായിരുന്ന ക്രോണോസ് ആയിരുന്നു അത്. ഗയ ക്രോണോസിന് അഡാമെൻഡ്രൈൽ സിക്കൽ എന്ന വാൾ നൽകി. രാത്രിയിൽ യുറാനസ് ഭൂമിയിലേക്ക് വരുന്നതുവരെ ക്രോണസ് ഒളിച്ചിരുന്നു. അദ്ദേഹം ഭൂമിയുടെ അടിത്തട്ടിലെത്തിയപ്പോൾ ക്രോണസ് വാളെടുത്ത് യുറാനസിനെ ആക്രമിച്ചു. യുറാനസ് ഭയന്നോടി സ്വർഗത്തിലേക്ക് മറഞ്ഞു. അവൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. ക്രോണസ് തൻ്റെ പിതാവായ യുറാനസിനെ തോൽപ്പിച്ച ശേഷം ടൈറ്റന്മാരുടെ രാജാവായി. എന്നാൽ യുറാനസ് മരിക്കുന്നതിന് മുമ്പ് ക്രോണസിനെ ശപിച്ചു. നിന്റെ സ്വന്തം മകൻ നിന്നെ വീഴ്ത്തും. നീ എന്തു ചെയ്തോ അതുതന്നെ നിനക്ക് സംഭവിക്കും. ക്രോണസ് ഭയപ്പെട്ടു. ഈ പ്രവചനം സത്യമായാൽ അവൻ്റെ രാജ്യത്വം അവസാനിക്കും. അതിനാൽ തൻ്റെ ഭാര്യയായ റിയയിൽ ജനിച്ച എല്ലാ കുട്ടികളെയും വിഴുങ്ങാൻ അവൻ തീരുമാനിച്ചു. റിയയ്ക്കും ക്രോണസിനും കുട്ടികൾ ജനിച്ചപ്പോൾ ഹെസ്റ്റിയ, ഡിമീറ്റർ, ഹെര, ഹഡീസ്, പൊസൈഡോൺ എന്നിവരെ ജനിച്ച ഉടനെ ക്രോണസ് വിഴുങ്ങി. അവനവരെ നശിപ്പിച്ചില്ല. പകരം തൻ്റെ വയറ്റിൽ പൂട്ടിയിടുകയാണ് ചെയ്തത്. തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോന്നായി ക്രോണസ് വിഴുങ്ങുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ റിയയ്ക്ക് കഴിഞ്ഞുള്ളൂ. തനിക്കൊരു കുഞ്ഞുകൂടി ജനിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ റിയ അതിനെയെങ്കിലും രക്ഷിക്കാനായി ഒരു തന്ത്രം ആലോചിച്ചു. ക്രോണസിൽ നിന്ന് സ്യൂസിനെ ഒളിപ്പിക്കാനായി റിയ ക്രിറ്റി ദ്വീപിലേക്ക് പോയി. അവിടെ ഒരു ഗുഹയിൽ അവൾ തൻ്റെ കുഞ്ഞ് സിയൂസിനെ പ്രസവിച്ചു. ക്രോണസ് കുഞ്ഞിനെ കാണാൻ വരുമെന്ന് റിയയ്ക്ക് അറിയാമായിരുന്നു. തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി റിയ വലിയൊരു കല്ല് തുണിയിൽ പൊതിഞ്ഞ് മകനാണെന്നും പറഞ്ഞ് ക്രോണസിന് നൽകുകയും ചെയ്തു. അയാൾ ആ കല്ല് വിഴുങ്ങി സംതൃപ്തപ്പെട്ടു. സിയൂസിനെ വളർത്താനായി റിയ ഗയയോടും ഗ്രാമദേവന്മാരോടും സഹായം തേടി. ആ ദ്വീപിൽ കുറൈറ്റസ് എന്നറിയപ്പെടുന്ന ഒരു യോദ്ധാക്കളുണ്ടായിരുന്നു. സിയൂസിൻ്റെ കരച്ചിൽ ക്രോണസ് കേൾക്കാതിരിക്കാനായി അവർ ആയുധങ്ങളടിച്ച് ശബ്ദമുണ്ടാക്കി. സിയൂസ് ഗുഹയിൽ അമൽധിമ എന്ന ദിവ്യമായ ആടിൻ്റെ പാൽ കുടിച്ചു വളർന്നു. ആ ആടിന് മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിയൂസ് വളരെ വേഗം വളർന്ന ശക്തനായി. സിയൂസ് വളർന്ന് ശക്തനായപ്പോൾ തൻ്റെ അച്ഛനെ തോൽപ്പിച്ച് സഹോദരങ്ങളെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ക്രോണസ് വലിയവനും ശക്തനുമായിരുന്നു. അതിനാൽ അവനെ വഞ്ചിക്കാൻ ഒരു തന്ത്രമാലോചിച്ച് ഇതിനായി സ്യൂസ് ടെമിസ് എന്നൊരു ബുദ്ധിമതിയായ ദേവതയെ സമീപിച്ചു. അവളൊരു പ്രത്യേക പാനീയം തയ്യാറാക്കി. അത് കുടിച്ചാൽ ക്രോണസിൻ്റെ വയറ്റിലുള്ളത് പുറത്തു വരുമെന്ന് അവൾ സിയൂസിന് ഉറപ്പ് നൽകി. സ്യൂസ് ഒരു ദാസനായി നടിച്ച് ക്രോണസിൻ്റെ അടുത്ത് ചെല്ലുകയും ക്രോണസിൻ്റെ വിശ്വാസം നേടുകയും ചെയ്തു. ഒടുവിൽ ക്രോണസിന് ആ വിഷപാനീയം കൊടുത്തു. ക്രോണസ് അത് കുടിച്ചപ്പോൾ വലിയ അസ്വസ്ഥത അനുഭവപ്പെട്ടു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഛർദ്ദിച്ചു. ഹെസ്റ്റിയ, ഡിമീറ്റർ, ഹെര, ഹഡീസ്, പൊസൈഡോൺ അവരെല്ലാം ക്രോണസിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവരൊക്കെ സ്യൂസിനെ തൻ്റെ നേതാവായി അംഗീകരിച്ചു. എല്ലാവരും ചേർന്ന് ക്രോണസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ മഹായുദ്ധം ടൈറ്റോമാക്കി എന്നറിയപ്പെടുന്നു. ഒരു വശത്ത് ക്രോണസ്, അറ്റ്ലസ്, കിയോസ്, കൊയോസ്,
ഹിബരിയോൺ, യാപറ്റോസ് എന്നീ ശക്തന്മാരായ ടൈറ്റന്മാർ. മറുവശത്ത് സ്യൂസ്, പൊസൈഡൻ, ഹഡീസ്, ഹേര, ഡിമീറ്റർ, ഹെസ്തിയ എന്നിവരും. ടൈറ്റൻസുമായി യുദ്ധം ചെയ്യാൻ സിയൂസ് കൂടുതൽ ശക്തരായ കൂട്ടാളികളെ തേടി. കെയുടെ നിർദ്ദേശപ്രകാരം യുറാനസ് മുമ്പ് തടവിലാക്കപ്പെട്ടിരുന്ന സൈക്ലോപ്സിനെയും ഹെക്കാഡോൺ ചെറിനെയും സ്യൂസ് മോചിപ്പിച്ചു. സൈക്ലോപ്സുകളെപ്പറ്റി പറയുകയാണെങ്കിൽ വിശാലമായ ഒറ്റക്കണ്ണുള്ള ഭീകരദേവന്മാരാണ്. സ്യൂസിന് ഇടിമിന്നലിൻ്റെ ശക്തി നൽകി. പൊസൈഡോണിന് ഒരു ശക്തിയേറിയ ത്രിശൂലം നൽകി. ഹഡീസിന് അദൃശ്യതയുടെ ഹെൽമറ്റ് നൽകി. ദശവർഷക്കാലം നീണ്ട ഈ മഹായുദ്ധത്തിൽ സ്യൂസും സഹോദരങ്ങളും ഒടുവിൽ വിജയിച്ചു. ടൈറ്റന്മാരെ തോൽപ്പിച്ച ശേഷം സ്യൂസ് ക്രോണോസിനെയും അവൻ്റെ അനുയായികളെയും ടാർട്ടറസിൽ തടവിലാക്കി. എന്നാൽ അറ്റ്ലാസിന് ഒരു പ്രത്യേക ശിക്ഷ ലഭിച്ചു. അറ്റ്ലാസ് ആകാശത്തെ തൻ്റെ ചുമലിൽ താങ്ങി നിൽക്കണം. അവനൊരിക്കലും ഈ ഭാരത്തിൽ നിന്ന് മോചിതനാകില്ല. സ്യൂസിൻ്റെ ഈ വിജയമാണ് പ്രപഞ്ചത്തെ അവ്യവസ്ഥയിൽ നിന്നും വ്യവസ്ഥയിലേക്ക് നയിച്ചത്. തെസാരിയിൽ ഒളിമ്പിക്സ് പർവ്വതത്തിൻ്റെ നെറുകയിൽ മനോഹരമായ കൊട്ടാരം നിർമ്മിച്ചു. എല്ലാ ദേവതകൾക്കും അതിദേവനായി സ്യൂസ് വേണം. ഒളിമ്പിക്സ് പർവ്വതത്തിൻ്റെ താഴ്വരയിലായിരുന്നു മറ്റുള്ളവരുടെ വാസസ്ഥലം. ആകാശത്തിൻ്റെയും മേഘം, ഇടിമിന്നൽ തുടങ്ങിയ ആകാശ പ്രതിഭാസങ്ങളുടെയും ദേവനായി സിയൂസ് സ്വയം അവരോധിക്കപ്പെട്ടു. ഹെസ്റ്റിയ കുടുംബ പരദേവതയായി. പൊസൈഡിന് സമുദ്രത്തിൻ്റെ ഭരണം ലഭിച്ചു. കൃഷിയുടെയും ഭൂമിയുടെയും ദേവതയായി ഡെമീറ്റർ നിയോഗിക്കപ്പെട്ടു. ഹെര വിവാഹത്തിൻ്റെയും ശിശുജനനത്തിൻ്റെയും ദേവതയായി. ഹൈഡീസിന് പാതാള ലോകത്തിൽ ചുമതല ലഭിച്ചു. ഇതോടെ ടൈറ്റന്മാരുടെ കാലം അവസാനിക്കുകയും ദേവന്മാരുടെ അഥവാ ഒളിമ്പ്യന്മാരുടെ ഭരണം ആരംഭിക്കുകയും ചെയ്തു. പ്രപഞ്ചത്തിൽ ഒരു ക്രമം കൊണ്ടുവരാൻ ശ്രമിച്ച സിയൂസിന് തൻ്റെ അധീനയിലുള്ള പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ആളുകളോട് അനുകമ്പയോടുകൂടി പെരുമാറാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിൻ്റെ പരാജയമായി. ഭൂരിപക്ഷം വരുന്ന സൗന്ദര്യമില്ലാത്തവരെ അയാൾ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒളിമ്പ്യൻ ദേവതമാരെ പോലെ ആരും ചിരഞ്ജീവികളായിരുന്നില്ല. നല്ല ഭക്ഷണത്തിൻ്റെ അഭാവവും അനന്തമായി നീളുന്ന തണുത്ത രാത്രികളും അവരെ അസ്വസ്ഥരാക്കി. അവരെപ്പോഴും സിയൂസിനോട് പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ സിയൂസ് അതൊന്നും പരിഗണിച്ചില്ല. മനോഹരമായ കൊട്ടാരത്തിൽ രുചിയുള്ള ഭക്ഷണവും കഴിച്ച് സിയൂസും ഒപ്പമുള്ള ദേവതമാരും ആനന്ദത്തിൽ മുഴുകിക്കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലാണ് പ്രൊമത്യൂസ് രംഗപ്രവേശനം ചെയ്യുന്നത്. സിയൂസും രാക്ഷസ രൂപികളുമായുള്ള യുദ്ധത്തിൽ പിടിക്കപ്പെടാതെ പോയ ഒരു ടൈറ്റനായിരുന്നു പ്രൊമത്യൂസ്. പ്രൊമത്യൂസ് ടൈറ്റൻ ദൈവങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. എന്നാൽ അവൻ അവൻ്റെ സഹോദരന്മാരായ മറ്റു ടൈറ്റന്മാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. സിയൂസ് ടൈറ്റന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ ടൈറ്റൻസും ക്രോണോസിൻ്റെ പക്ഷം ചേർന്നു. പക്ഷേ പ്രൊമത്യൂസ് അങ്ങനെ ചെയ്തില്ല. പ്രൊമത്യൂസ് വളരെ ബുദ്ധിമാനായിരുന്നു. സിയൂസിൻ്റെ ശക്തിയും ഭാവിയും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനാൽ അവൻ സിയൂസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. പ്രൊമത്യൂസ് ടൈറ്റന്മാരുടെ രഹസ്യങ്ങൾ സിയൂസിനോട് പറഞ്ഞു. സിയൂസിന് യുദ്ധ നൈപുണ്യത്തിൽ സഹായം നൽകി. ഇതെല്ലാം സിയൂസിൻ്റെ വിജയത്തിന് കാരണമായി. ടൈറ്റൻ ഒളിമ്പ്യസ് യുദ്ധത്തിന് ശേഷം ഒരു ദിവസം പ്രൊമത്യൂസ് കളിമണ്ണ് കൊണ്ട് എല്ലാത്തരം പ്രപഞ്ച ജീവികളുടെയും ആദ്യ രൂപങ്ങൾ സൃഷ്ടിച്ചു. സാധാരണ മനുഷ്യരെയും പ്രൊമത്യൂസ് സൃഷ്ടിച്ചു. അങ്ങനെ പ്രൊമത്യൂസ് അവരുടെയെല്ലാം നേതാവായി. പിന്നീട് മനുഷ്യർ ഭൂമിയിൽ വ്യാപിച്ചു, ജീവിതം ആരംഭിച്ചു. പക്ഷെ മനുഷ്യർ ദുർബലരായിരുന്നു. അവർ തണുപ്പിൽ കഷ്ടപ്പെട്ടു. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ അവർക്ക് അറിയില്ലായിരുന്നു. മൃഗങ്ങളെയും പ്രകൃതിയെയും ഭയന്ന് അവർ ജീവിച്ചു. മനുഷ്യരെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാനായി പ്രൊമത്യൂസ് സിയൂസിനോട് സഹായം ചോദിച്ചു. അവർക്ക് തീ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സിയൂസ് അതിന് തയ്യാറായില്ല. മനുഷ്യർക്ക് തീ കൊടുത്താൽ അവർ നമ്മളെപ്പോലെ ശക്തന്മാരാകുമെന്നും പിന്നീട് അവർ നമ്മളെ ആരാധിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് സിയൂസ് ആ അഭ്യർത്ഥന നിരസിച്ചു. പക്ഷേ പ്രൊമത്യൂസ് സീസിൻ്റെ മറുപടി തൃപ്തനായിരുന്നില്ല. അതിനാൽ അവൻ ഒളിമ്പിക്സ് പർവ്വതത്തിലെ ദൈവങ്ങളുടെ അഗ്നിയിൽ നിന്ന് ചെറിയൊരു തീ മോഷ്ടിച്ച് താഴ്വരയിലുള്ള സാധാരണ ജനങ്ങൾക്ക് കൊണ്ടുകൊടുത്തു. ആഹാരം പാചകം ചെയ്യാനും തണുപ്പ് മാറ്റാനും അവർക്കായത് പ്രൊമത്യൂസിൻ്റെ ധീരവും സാഹസികവുമായ ഈ പ്രവൃത്തി മൂലമാണ്. കുപിതരായ സിയൂസ് പ്രൊമത്യൂസിനെയും മനുഷ്യരെയും ശിക്ഷിക്കാൻ തീരുമാനിച്ചു. സിയൂസ് പ്രൊമത്യൂസിനെ ബന്ധനസ്ഥനാക്കി ഒരു പർവ്വതത്തിൻ്റെ നെറുകയിൽ കൊണ്ട് നിർത്തി. ശേഷം ദിവസവും അയാൾ കരൾ കൊത്തിപ്പറിക്കുന്നതിനായി ഒരു കഴുകനെ നിയോഗിച്ചു. കഴുകൻ കരൾ തിന്നുപോയാലും രാത്രിയോടെ അത് വീണ്ടും വളരും. അതങ്ങനെ അവസാനമില്ലാതെ തുടർന്നുകൊണ്ടിരുന്നു. പ്രൊമത്യൂസിൻ്റെ യാതന വർദ്ധിപ്പിക്കാൻ തക്ക പരിപാടികൾ ഏർപ്പാട് ചെയ്യുന്നതിന് പർവ്വതത്തിൻ്റെ ദേവനായ ഹൈഫാസ്റ്റിനെ സിയൂസ് നിയോഗിച്ചു.
മനുഷ്യനെ ശിക്ഷിക്കാനായി സിയൂസ് അതിസുന്ദരിയായ സ്ത്രീയെ സൃഷ്ടിക്കാൻ ഉത്തരവിട്ടു. ഹെഫാസ്റ്റസ് അവളെ മണ്ണും വെള്ളവും ഉപയോഗിച്ച് ശില്പം പോലെ നിർമ്മിച്ചു. അഥീന അവൾക്ക് ബുദ്ധി നൽകി. അഫ്രോഡിറ്റി അവളെ അതീവ സുന്ദരിയാക്കി. അപ്പോൾ അവൾക്ക് സംഗീതത്തിലും നൃത്തത്തിലും കഴിവ് നൽകി. ഹെർമിസ് അവളെ നർമ്മ ബുദ്ധിയുള്ളവളാക്കി. പിന്നീട് യുദ്ധദേവനായ ഏരീസ് വന്നു ചേർന്നു. സ്ത്രീരൂപത്തിന് നേർക്ക് നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഒരിക്കലും ഇവർ പടയാളികളായിത്തീരില്ല, എന്നാൽ പല യുദ്ധങ്ങൾക്കും ഇവൾ കാരണമായി തീരും. ഇതാണ് എൻ്റെ വരദാനം. മറ്റൊന്നും എനിക്ക് നൽകാനാവില്ല. ഹെഫോസ്റ്റസ് അവളുടെ രക്തത്തിൽ ഇരുമ്പ് കലർത്തി. അതോടെ ഏതൊരു ദുർഘട വ്യവസ്ഥയും തരണം ചെയ്യാനുള്ള പ്രാപ്തി അവൾക്ക് വന്നു. ഈറോസ് മൃദുലവും ലോലവുമായ ഒരു ഹൃദയം അവൾക്ക് സമ്മാനിച്ചു. എക്കാലവും ഇവൾ സ്നേഹിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹെർമീസ് അവൾക്ക് ജിജ്ഞാസ സമ്മാനിച്ചു. അവസാനമായി സിയൂസ് വർണ്ണ ചെങ്കോൽ നീട്ടി. സ്ത്രീയുടെ ശിരസിൽ തൊട്ട് അവൾക്ക് ജീവൻ നൽകി. സിയൂസ് അവൾക്ക് പെൻഡോറ എന്ന് പേര് നൽകി. ശേഷം ഹെർമിസിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഈ സ്ത്രീരത്നത്തെ ഭൂമിയിലേക്ക് അയച്ച് പുരുഷനെ ഏൽപ്പിക്കുക. സുഖത്തിലും ദുഃഖത്തിലും അവർ പങ്കാളിയായി തീരും. വിവാഹ സമ്മാനമായി സിയൂസ് പെൻഡോറയ്ക്ക് ഒരു പെട്ടി നൽകി. എന്നിട്ട് അതൊരിക്കലും തുറക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. പെൻഡോറയും കൊണ്ട് ഹെർമിസ് ഭൂമിയിലേക്ക് കുതിച്ചു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ കുടിലിലേക്ക് അവർ ഇരുവരും ചെന്നു. ഹെർമിസ് അയാളോട് ഇങ്ങനെ പറഞ്ഞു: ഇവൾ നിന്റെ പത്നിയാണ്. നിനക്കായി സിയൂസ് ദേവൻ പറഞ്ഞയച്ചതാണ്. പെൻഡോറ എന്നാണ് ഇവളുടെ പേര്. ഈ പെട്ടി വിവാഹ സമ്മാനമായി തരുന്നു. എന്നാൽ ഒരിക്കലും ഇത് തുറക്കാൻ പാടില്ല. ഇത്രയും പറഞ്ഞ് ഹെർമിസ് തിരിച്ചുപോയി. തനിക്ക് പുതിയ പങ്കാളി ലഭിച്ചതിൽ പുരുഷൻ വളരെ സന്തുഷ്ടനായി. സുന്ദരിയും ദയാലുവും സൗമ്യവുമാണ് അവളെന്ന് അവന് തോന്നി. ചെറു കത്തികൾ, ചുറ്റികൾ, കോടാലികൾ, അമ്പും വില്ലും, മത്സ്യബന്ധന ചൂണ്ടകൾ, കലപ്പയും കൈക്കോട്ടും തുടങ്ങിയ ലോഹസാധനങ്ങൾ ഒക്കെ അവനവൾക്ക് കാണിച്ചു കൊടുത്തു. എല്ലാം അവൾക്ക് കൗതുകകരമായി തോന്നി. പുരുഷൻ പണിയെടുക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ അവൾ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. മുറിയിലൊന്നിൻ്റെ മൂലയിൽ വിവാഹ സമ്മാനമായി ലഭിച്ച പെട്ടി സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. നൂൽ മെനഞ്ഞ് എടുക്കുമ്പോഴും തുന്നൽ ജോലികളിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ അവൾ ആ കൗതുകത്തോടെ ആ പെട്ടിയിലേക്ക് നോക്കും. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ പെട്ടി. പലപ്പോഴും അവൾ സ്വയം പറഞ്ഞു: പെട്ടിക്കുള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? അതിൻ്റെ ഉൾഭാഗം അതിൻ്റെ പുറം പോലെ മനോഹരമായിരിക്കണം. ചില അവസരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ജോലി ഉപേക്ഷിച്ച് അവൾ പെട്ടിയുടെ സമീപം പോയിരുന്നു. പെട്ടിയുടെ ഭംഗി അവളെ വല്ലാതെ മോഹിപ്പിച്ചു. പെട്ടിക്കുള്ളിലെ വസ്തുവിൻ്റെ നേർക്ക് അവൾ ചെവി കൂർപ്പിച്ചു. ചിലപ്പോൾ അവളത് മണത്തു നോക്കി. എന്നാൽ അതിനുള്ളിലെ വസ്തു എന്താണെന്ന് മണത്തറിയാനോ കേട്ടറിയാനോ അവൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ വിഷാദത്തിന് അടിമയായി. ഹെർമിസിൻ്റെ സമ്മാനം അവൾക്ക് വിശ്വസ്ഥിതി ഉണ്ടാക്കിയെന്ന് പറയാം. പല രാത്രികളിലും അവൾ ഞെട്ടി ഉണർന്ന് ഭർത്താവിനോട് പറഞ്ഞു: ആ പെട്ടിയിൽ എന്താണെന്നറിയാൻ എനിക്ക് കൊതിയാകുന്നു. അത് ഒരിക്കലും തുറക്കാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ? അത് പറഞ്ഞ് പുരുഷൻ അതിന് തയ്യാറായില്ല. രാത്രിയും പകലും അവൾ പെട്ടിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും തുറക്കരുത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അത് കൈമാറ്റം ചെയ്തത്? അവൾ ആലോചിച്ചു. ക്ഷമാശക്തി പൂർണ്ണമായും നഷ്ടമായ പണ്ടോറോ പെട്ടിയുടെ അടുപ്പ് ചെറുതായി ഒന്ന് ഉയർത്തി നോക്കി. അതിനുള്ളിൽ ഞരക്കവും വെപ്രാളവുമാണ് ഉണ്ടായത്. തുറന്ന പെട്ടിയിൽ നിന്ന് വിവിധ വസ്തുക്കളും ചിറകുകളും പുറത്തേക്ക് വന്നു. കടന്നലുകളും വണ്ടുകളും ഉൾപ്പെടെ നിരവധി ആക്രമണ സ്വഭാവമുള്ള ജീവികൾ പുറത്തേക്ക് വന്നു. ഉപദ്രവം, വിഷാദം, രോഗം, ദാരിദ്ര്യം, വേദന, കോപം, ദുരാഗ്രഹം, വെറുപ്പ്, അസൂയ, വഞ്ചന തുടങ്ങിയ അറപ്പുളവാക്കുന്ന തിന്മകളൊക്കെ പെട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വഹിച്ചു തുടങ്ങി. പെട്ടി അടച്ചു മൂടാൻ പണ്ടോറ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. പുറത്തു വന്ന ക്രിമികീടങ്ങളൊക്കെ അവളുടെ ചെവിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാനും മുടിയിഴക്കുള്ളിൽ താമസം ഉറപ്പിക്കാനും തുടങ്ങി. കുടിലിനുള്ളിൽ തിങ്ങി നിറഞ്ഞ അവ ജനാലിലൂടെ പുറത്തേക്ക് പ്രവഹിക്കാനും ലോകം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലായിരുന്നു അവറ്റകളുടെ നിലയ്ക്കാത്ത പ്രവാഹം. എന്ത് ചെയ്യണമെന്നറിയാതെ നിലത്തിരുന്ന കരഞ്ഞുകൊണ്ടിരുന്ന പണ്ടോറ പെട്ടെന്ന് പെട്ടിക്കുള്ളിൽ നിന്ന് ആരോ മുറവിളിക്കുന്ന ശബ്ദം കേട്ടു. എന്നെ പുറത്ത് വിടുക. പണ്ടോറ പെട്ടി തുറന്നപ്പോൾ മനോഹരമായ ഒരു ജീവി പുറത്തേക്ക് വരുന്നത് കണ്ടു. പാവം പണ്ടോറ അവൾ പരിതപിച്ചു. എൻ്റെ പേര് ഹോപ്പ് എന്നാണ്. ഞാൻ നിന്നോടൊപ്പം താമസിച്ച് നിന്നെ ആശ്വസിപ്പിക്കാം. നീ ചെയ്തു തീർത്ത വിഷമാവസ്ഥയിൽ നിന്ന് നിനക്കൊരിക്കലും ഇനി മോചനം ഉണ്ടാവില്ല. പെട്ടി ഒരിക്കലും തുറക്കാൻ പാടില്ലായിരുന്നു. ക്ഷീണാവസ്ഥയിൽ നിനക്ക് തുണയാവാനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആ പെട്ടിയിൽ നിന്ന് പണ്ടോറയ്ക്ക് ലഭിച്ചത് ദുഃഖവും പ്രത്യാശയുമായിരുന്നു. പക്ഷേ എല്ലാ വഴികളും അടഞ്ഞു പോയപ്പോഴും കഷ്ടകാലങ്ങളിൽ രക്ഷയ്ക്കായി അവളോടൊപ്പം പ്രത്യാശ ഉണ്ടായിരുന്നു.